ഗഫൂർ ക ദോസ്ത്. ഒരുപക്ഷെ ഇപ്പോഴും മാമുക്ക അറിയപ്പെടുന്നത് ഗഫൂർ ക ദോസ്ത് എന്നുള്ള രീതിയിലാണ്. എനിക്ക് തോന്നുന്നത് ആ സിനിമയിലേ ഉള്ളൂ. പക്ഷെ അവരെക്കാൾ പേര് എനിക്ക് കിട്ടി. ദാസനും വിജയനേക്കാൾ കൂടുതൽ ഗഫൂർക്കാണ്. പിന്നെ തുടർച്ചയായിട്ട് പേര് പിന്നെ പരാമർശിക്കുന്നുണ്ടല്ലോ. അത് ഞാനില്ലാത്ത സമയത്തും ഗഫൂർക്കൻ എടുത്തെടുത്ത് പറഞ്ഞപ്പം ആ ക്യാരക്ടർക്ക് വല്ലാതെ വലിപ്പം കിട്ടി. നമുക്ക് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തേക്കും സത്യനോട് തന്നെയായിരുന്നു. പിന്നെ സത്യൻ എല്ലാ പടത്തിലും ഉണ്ടാവും ഒരു ആസ്ഥാന ആർട്ടിസ്റ്റാണ് സത്യൻ. പൊതുവെ അങ്ങനെയുള്ള സത്യനെ സ്ഥിരമായിട്ട് കുറേ ആൾക്കാരെ ഇപ്പം ഒടുവിളിയായിട്ടുണ്ടാവും. ലളിത ചേച്ചി, ഇന്നസെൻ്റ് ഏട്ടൻ. അപ്പോൾ സത്യനന്ദിക്കാട് ഇപ്പോൾ ടെലിഫോണിലുണ്ട്. അദ്ദേഹം പടത്തിൻ്റെ തിരക്കായതുകൊണ്ട് നേരിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്, പക്ഷെ ടെലിഫോണിലുണ്ട്. നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാം. സത്യേട്ടാ, ഞങ്ങൾ സമാഗമത്തിലാണ്. ഞാൻ അറിഞ്ഞു. ഞാനിവിടെ മദ്രാസിലായി പോയി കമലെ. അറിയാം, വർക്കിലാണ് അല്ലേ? അപ്പൊ അതിന്റെ അതല്ലെങ്കിൽ മാമുക്കയുടെ പ്രോഗ്രാം, പ്രത്യേകിച്ചും കമല അത് വളരെ എനർജറ്റിക് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വന്നനെ. സത്യേട്ടന്റെ ആസ്ഥാന കലാകാരനാണ്, ആസ്ഥാന നടനാണ് മാമുക്ക. അതെ. ഇവിടെ ആളുകള് ചോദിക്കുക, മാമുക്കയും ഇന്നസെന്റും ലളിത ചേച്ചി ഉണ്ടല്ലോ, ബാക്കി ആരൊക്കെ എന്ന് ചോദിക്കാറുണ്ട്. ആദ്യം തന്നെ ലിസ്റ്റ് കൊടുക്കും പ്രൊഡ്യൂസർമാര്, മാമുക്കയുടെ ഇന്നസെന്റിന്റെ പേര് എഴുതുമല്ലോ അല്ലെ? അതന്നെ. ഇവിടെ സിബി ഉണ്ട് കേട്ടാ. സിബി ഇവിടെ ശരിക്കും മാമുക്കോയെ ഞാൻ പരിചയപ്പെടുന്നത്, എനിക്ക് ഒരു മുൻപരിചയം ഉണ്ടായിരുന്നില്ല മാമുക്ക. കാരണം കോഴിക്കോട്ടെ ഒരു നാടക കലാകാരനായിരുന്നല്ലോ അദ്ദേഹം. അപ്പം എന്റെ അടുത്ത് ശ്രീനിവാസൻ മുത്താരംകുന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ട്, ശ്രീനിവാസനെ നേരത്തെ അറിയാം. അശോകേട്ടൻ നിന്ന് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ബന്ധം ശ്രീനിവാസൻ മാമുക്കായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഒരിക്കൽ ഈ ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റിന്റെ മോഹൻലാലിന്റെ 2 സുഹൃത്തുക്കൾ വേണം എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, കണ്ടാൽ നിങ്ങൾക്ക് സുഹൃത്ത് ആണെന്ന് ബോധ്യപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു ഉഗ്രൻ നടനെ ഞാൻ തരാമെന്നു. അപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുള്ള നടനാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ പുള്ളി പറഞ്ഞു, മുത്താരംകുന്നിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. സോറി, മുത്താരംകുന്നല്ല, ദൂരെ. അത് ഷൂട്ടിംഗ് കഴിഞ്ഞ സമയം, അത് റിലീസ് ചെയ്തിട്ടില്ല. അപ്പം ആ സമയത്ത് എന്റെ അടുത്ത് ശ്രീനിവാസൻ പറഞ്ഞിട്ട് ആണ് നമുക്ക് എന്നെ കാണാൻ വരുന്നത്. പെട്ടെന്ന് കണ്ടപ്പോ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ ഒരു ശ്രീനിവാസൻ എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ. പക്ഷെ നല്ല നടനാണെന്ന് ശ്രീനിവാസൻ പറഞ്ഞ നിലയ്ക്ക് അതിനെന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ലല്ലോ. ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോ എനിക്കിത് മനസ്സിലായി, മാമുക്കോയ എന്റെ ഒരു കുടുംബാംഗമാവാൻ പോവാണ്. കാരണം മലയാളത്തിലെ അനായാസമായ അഭിനയത്തിന്റെ ഏറ്റവും വളരെ നല്ല ഒരു ഉദാഹരണമായി മാറുന്ന നടനാണ് മാമുക്കോയ എന്ന് എനിക്ക് തോന്നി. അത് ആ ബന്ധം ഈ നിമിഷം വരയ്ക്കും അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഞങ്ങളതാ പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യൻ ഇപ്പൊ എന്ത് ധൈര്യത്തിലാണ് ഈ പടത്തിൽ മാമുക്കയെ എടുക്കാത്തെ? മാമുക്കോയെ ഞാൻ ഒരു സീനിലാണെങ്കിലും അത് മാമുക്കോയുടെ ഒരു ഇമ്പോർട്ടൻസ് വ്യക്തമാക്കുന്ന രംഗമുണ്ടെങ്കിലാണ് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാൻ. അതായത് വെറുതെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോ മാത്രമല്ല, മാമുക്കോയ ഇല്ലെങ്കിലും ഇത്തവണ ഞാൻ ഓരോ ദിവസവും മാമുക്കോയെ പറ്റി സംസാരിക്കാറുണ്ടായിരുന്നു. കാര്യം നായിക അടക്കം പുതിയ അഭിനേതാക്കളാണ് എന്റെ പുതിയ സിനിമയിൽ കൂടുതലുള്ളത്. അവരോട് ഞാൻ പറയും, മാമുക്കയെ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. കാരണം സെറ്റിൽ വന്നാൽ ആദ്യം തന്നെ സ്ക്രിപ്റ്റ് വായിച്ച് പഠിച്ച് അത് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ, എന്ത് തമാശയായാലും കാര്യങ്ങളിൽ മാമുക്കോയ കടക്കാറുള്ളൂ. അപ്പൊ ഞാൻ ഇവരോടൊക്കെ പറയാറുള്ളത്, മാമുക്കോയെ കണ്ടുപഠിക്കണം. മോഹൻലാലിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചിട്ടുള്ള നടനാണ് മാമുക്കോയ. പിന്നെ സ്വന്തം അഭിപ്രായങ്ങൾ ആരോടും തുറന്നു പറയാൻ ഒരു മടിയല്ല. അത് രാഷ്ട്രീയമാണെങ്കിൽ പോലും മാമുക്കോയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള ആളാണ്. അത് തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ്. അതുപോലെ തന്നെ ആക്ട് ചെയ്യുമ്പോൾ അഭിനയിക്കുകയാണോ എന്ന് നമുക്ക് മനസ്സിലാകാത്ത വിധത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനായാസതയുടെ ഏറ്റവും വലിയ ഉദാഹരണം. അങ്ങനെ മാമുക്കോയെ ഇരുത്തി എനിക്ക് കൂടുതൽ പുകഴ്ത്തി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇല്ലാത്ത സമയത്താണ് ഞാൻ കുറെ കൂടി പറഞ്ഞത്. സത്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ സംസാരിക്കുമ്പോഴേ എല്ലാവർക്കും മാമുക്കയെ പറ്റി പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതാണ്. അല്ല, പണ്ട് എന്റെ അടുത്ത് പ്രൊഡ്യൂസേഴ്സ് പറയാറുണ്ട്, ഈ ഡേറ്റുകൾ ആരെങ്കിലും ചോദിച്ചു വന്നാൽ സത്യനന്ദിക്കാരന്റെ സിബി മലയിന്റെയും പടം ലിങ്കിൽ വരാന്ന് പറയാറുണ്ട്. ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോ മിസ് ചെയ്യുന്നത് ഈ കാലഘട്ടം തന്നെയാണ്. ഇപ്പൊ ഒടുവിലും മാമുക്കോയൊക്കെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുമ്പോൾ ക്യാമറയുടെ പുറകിൽ നിൽക്കാൻ ഒരു വലിയ സന്തോഷമാണ്, വലിയ ഹരമാണല്ലോ. നമുക്ക് അത്തരം നടന്മാരും നടികളൊക്കെ കുറഞ്ഞു തുടങ്ങി എന്നുള്ള ഒരു സങ്കടം നമ്മളെല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നതാണ്.
അല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അത്രയും നമ്മളെല്ലാവരും കടന്നു പോകുന്ന അത്തരം ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഗഫൂർ എന്നുള്ള കഥാപാത്രം കൊണ്ട് ആ സിനിമയെ എത്രത്തോളം ഉയരത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത്. മാമുക്കെന്താ മിണ്ടാത്തൊന്നും? അതെ, ഒന്നും മിണ്ടാത്ത അതെ, മാമുക്കൊന്നും മിണ്ടുന്നില്ലല്ലോ, കേട്ട് സൂചിച്ചിരിക്കുകയാണല്ലേ? അല്ല ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഇരിക്കല്ലേ. അതെ, ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ മലയാള സിനിമയിലെ എതിരഭിപ്രായങ്ങളില്ലാത്ത നടൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നമുക്ക് ഡയറക്ടേഴ്സിനെ. ഇപ്പൊ ഈ പുതിയ സിനിമയില് നമ്മുടെ ഉസ്താദ് ഹോട്ടൽ എന്നുള്ള സിനിമ കണ്ട് ഞാൻ ഇറങ്ങി വരുമ്പോ ആ കുഞ്ചാക്കോ ബോബനാണല്ലേ എന്ന് ആസിഫ് ചോദിക്കുന്ന ആ ഡയലോഗിലൂടെ തിയേറ്റർ ഉയർത്തിയ ഒരു പൊട്ടിച്ചിരി എന്ന് പറയുന്നത്, അത് ഞാൻ അവരെ അൻവർ റഷീദിന്റെ അടുത്തും അഞ്ജലിമേന്റെ അടുത്തും ഞാൻ പറഞ്ഞു അത് ടേക്ക് സമയത്ത് മാമുക്കോയെ തന്നെ പറഞ്ഞാണെന്ന് പറഞ്ഞു. അതെ, അപ്പൊ എന്തായാലും വലിയ സന്തോഷം കമലെ. വളരെ സന്തോഷം സത്യേട്ടാ. തീർച്ചയായിട്ടും പുതിയ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും സന്തോഷം. പുതിയ തീരങ്ങൾ, പുതിയ തീരങ്ങള്. അത് കഴിഞ്ഞ അടുത്ത മാമുക്കോയെ അഭിനയിക്കുന്ന അടുത്ത സിനിമയായിട്ട് ഞാൻ ഉടനെ വരും. ഓ തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സത്യേട്ടനും പറയാനുള്ളത്. കാരണം അത് പുകഴ്ത്തലല്ലേ, എന്തിനാ വെറുതെ നമ്മൾ പുകഴ്ത്തൽ എന്ന് പറഞ്ഞത്? യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞൊന്നും കേട്ടിട്ടല്ല സത്യം പറഞ്ഞത് എല്ലാം അതിനകത്ത്. അപ്പോൾ ഇപ്പോൾ സത്യേട്ടൻ്റെ ഒരുപാട് സിനിമകളിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പല കഥാപാത്രങ്ങളുണ്ടെങ്കിലും എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഗഫൂർ കാ ദോസ്ത്, അല്ലെങ്കിൽ ഗഫൂർ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ നാടോടിക്കാറ്റില്ലേ, അതൊന്നും നമുക്ക് എന്തായാലും കണ്ടേ പറ്റൂ ഇവിടെ. അതിൻ്റെ ക്ലിപ്സ് കാണാം. പിന്നെ ഒരു പുറപ്പെടുകയായി ആ പൈസ കൊണ്ട് എടുത്തോളി. അല്ല, ഗഫൂർക്ക വരുന്നില്ലേ? ഞാൻ വരുന്നേന്ന് കയറിയ ശേഷം പിന്നെ അതിൻ്റെ അകത്ത് വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. ഒരു പ്രശ്നമില്ല, മുഴുവനുണ്ട്. പശുവിനെ വിറ്റതും നുള്ളി പെറുക്കിയതും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ഭാവി ഗഫൂർക്കന്റെ കയ്യിലാണ്. അത് നിങ്ങളിപ്പോ എത്ര പറയാനുണ്ടോ? ആ പിന്നെ അറിവിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. എന്നാ പോന്നോളി. അല്ല, ഇതാണോ ഒരു പുറത്താണ്, നമ്മളിതിൽ അങ്ങോട്ട് എത്തണ്ടേ? ആ വന്നാട്ടെ ഇങ്ങോട്ട് പോരേന്ന് വരി. ആ തല സൂക്ഷിക്കണേ, മുട്ടും. ആ ഇനി പെട്ടിയൊക്കെ ഇവിടെ വെച്ച് ഇവിടെ എവിടെയും കിടക്കുക ഇരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോളി. പിന്നെ ഇപ്പോഴത്തെ പണിക്കാർ ആരാന്ന് ചോദിച്ചാൽ ഗഫൂർ കാ ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമ്മളേറ്റ്. എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. സംശയമുണ്ടോ? ഈ ഗഫൂർക്ക മുഖാന്തരം എത്രയെത്ര ആളുകളാ ഗൾഫിൽ പോയി കോടീശ്വരന്മാരായതെന്ന് അറിയോ നിനക്ക്? ആണോ? വലിയ മനുഷ്യന്.